എസ് ശരൺ തുടരുന്നുണ്ട്. ശരൺ, ഇപ്പോഴും വാദപ്രതിവാദം പുരോഗമിച്ചു വരികയാണ് കോടതിയിൽ. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ലഭിക്കാനുള്ള ശ്രമങ്ങളെ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ തടയിടുന്നത്? പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വാദഗതികളെയും ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ വരുന്നത് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ദിവ്യ, എന്തായാലും ഈ പരിപാടി മാത്രമല്ല, മുൻപും ഇവരെ അതിഥിയായി വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഹണി റോസിനെ ആ പരിപാടിയിൽ മാത്രമല്ല, അതിന് മുൻപുള്ള പരിപാടികളിലും അതിഥിയായി വിളിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ തന്നെ 4 മാസങ്ങൾക്ക് മുമ്പുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നതാണ്. അന്ന് പങ്കെടുത്ത് തന്നെ മടങ്ങിപ്പോകുന്നു. അങ്ങനെ മടങ്ങിപ്പോയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പങ്കുവച്ചിരുന്നതാണ്. അപ്പോഴൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പരാതിയും ഹണി റോസ് ഉന്നയിച്ചിരുന്നില്ല. അപ്പോൾ അത് 4 മാസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു പരാതിയുമായി വരുമ്പോൾ അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ചോദ്യം ഉയർത്തി ജാമ്യം ലഭിക്കാവുന്ന നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ, ജാമ്യം ലഭ്യമാക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ നടിയുടെ ഫേസ്ബുക്കിൽ ഈ ദൃശ്യങ്ങളും ഫോട്ടോകളും ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ലൈംഗിക അതിക്രമം യാതൊരു വിധത്തിലും അവിടെ നടന്നിട്ടില്ല, കൈ കാണിച്ചു, കൈ പിടിച്ചു, ഇത്രയേ നടന്നുള്ളൂ എന്നുള്ള കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു അതിഥി വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്വീകരണം, ആ സ്വീകരണത്തിൻ്റെ ഭാഗമായി കൈ കാണിച്ചു, കൈ പിടിച്ചു എന്നുള്ളതിനപ്പുറമുള്ള യാതൊരു വിധത്തിലുള്ള ലൈംഗിക അതിക്രമവും അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടാനാണ് ഇപ്പോൾ പ്രതിഭാഗത്തിൻ്റെ ശ്രമം. എന്തായാലും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളല്ല എന്നുള്ളതാണ് നേരത്തെ തുടക്കം മുതൽ തന്നെ സ്ഥാപിച്ചെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുന്നതും അതാണ്. അതായത് താൻ ദുരുദ്ദേശത്തോടെ നടത്തിയ പരാമർശമല്ല, അത് പിന്നീട് വിവാദമായി മാറുകയായിരുന്നു. താൻ ഒരു പുരാണത്തിലെ കഥാപാത്രത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ പുരാണത്തിലെ കഥാപാത്രത്തെ ഉദ്ധരിച്ചപ്പോൾ പല വ്യാഖ്യാനങ്ങൾ അതിന് വന്നു, പല തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ കുറ്റബോധം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ള കൂടെ. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത്, പോലീസ് പറയുന്നത് സ്ഥിരമായി തന്നെ ഇത്തരത്തിൽ അശ്ലീല ചുവയോടെ സംസാരിക്കുന്ന, അശ്ലീല കമൻറ്റുകൾ ഇടുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ദുരുദ്ദേശപരമ അല്ല എന്നുള്ളത് പറയാൻ കഴിയില്ല. ഒപ്പം തന്നെ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു നടപടിയായിട്ട് തന്നെ ഇതിനെ കാണണമെന്നുള്ള കാര്യമടക്കമാണ് പോലീസ് നേരത്തെ പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുന്നത്. തുടക്കം മുതൽ തന്നെ ചില കാര്യങ്ങൾ, അതായത് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളല്ല എന്നുള്ള കാര്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഏത് വിധേനയും ജാമ്യം ലഭിക്കുകയാണ്. നമുക്കറിയാം, മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ളയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിക്കുന്നത്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് പ്രധാനം. അതായത് നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും പോലീസിനോട് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും നേരത്തെ ഒന്നും തന്നെ പുറത്തു വരാത്തൊരു വിവരമാണ്. കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്നലെ രാവിലെ 9:45 30 മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിൽ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 30 മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ 9:45 കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ AR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നു. അവിടുത്തെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമാണ് പിന്നീട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. സെൻട്രൽ സ്റ്റേഷനിലെ ACPയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. അതിന് പിന്നാലെ ലോക്കപ്പിലാണ് കഴിഞ്ഞത്. സെൻട്രൽ സ്റ്റേഷനിലെ ലോക്കപ്പിലാണ്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായും പരിശോധിച്ചത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട്, ഒരു പ്രമുഖനായതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന പോലീസ് നൽകുമോ എന്നുള്ളതാണ്. വേറെ എവിടെയെങ്കിലും മാറ്റുമോ, വേറെ ഏതെങ്കിലും ഒരു സ്ഥലം ഒരുക്കുമോ എന്നുള്ള, ക്യാമ്പ് ഹൗസ് അടക്കമുള്ള ഏതെങ്കിലും ഇടങ്ങൾ പോലീസിന്റെ പരിഗണനയിൽ ഉണ്ടോ എന്നുള്ള. പക്ഷെ പോലീസ് പറഞ്ഞത് അത്തരത്തിൽ ഒരു പരിഗണനയും നൽകേണ്ടത് ഇല്ല എന്നുള്ളതാണ്. നേരത്തെ കേസിൽ അറസ്റ്റിലായ, അതായത് അശ്ലീല കമന്റുകൾ ഇട്ട ഒരാളെ നേരത്തെ ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. കുമ്പളം സ്വദേശിയായ ഷാജി അറസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കുമ്പളം സ്വദേശിയായ ഷാജിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനോടും പെരുമാറേണ്ടത്. അതിനപ്പുറമുള്ള ഒരു ആനുകൂല്യവും നൽകേണ്ടതില്ല എന്നുള്ളതാണ് സെൻട്രൽ പോലീസ്. അങ്ങനെ ഇന്നലെ സെൻട്രൽ പോലീസിന്റെ ലോക്കപ്പിലാണ് പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ 30 മണിക്കൂറായിട്ട് കസ്റ്റഡിയിൽ തുടരുന്നു എന്നുള്ള കാര്യം പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടും. ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു. അതിനു മുൻപ് ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് അതിനു മുൻപ്
ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കും കാരണം ഇതിനകം തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഡിജിറ്റൽ തെളിവുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ രീതിയിൽ ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ തെളിയിക്കുന്ന ഡീറ്റെയിൽ തെളിവുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച സാഹചര്യത്തിൽ ഈ ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഐഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആ ഐഫോൺ ഉപയോഗിച്ചാണ് സമീപകാലത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ അടക്കം ഇട്ടിരുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസ് നടത്തിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഐഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ഫോറൻസിക് പരിശോധന അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോറൻസിക് പരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഫോറൻസിക് പരിശോധനയിലൂടെ ലഭിക്കുന്ന റിപ്പോർട്ട് അത് ഈ കേസിൽ ഏറ്റവും ബലം നൽകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നത്.